തേങ്ങ അരച്ച മീൻകറിയാണ് ഇന്നത്തെ റെസിപ്പി. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ്, അതിട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിരുന്നു. അത് കട്ടായിപ്പോയി. ഇനി ഇത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് അരച്ചെടുത്തത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അരപ്പെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇഞ്ചിയാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളിയാണ്, അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിനി നന്നായി ഒന്ന് തിളച്ച് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതൊരു 10 മിനിറ്റോളം തിളപ്പിച്ചിരുന്നു. ചാറെല്ലാം അല്പം കൂടി വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ മാങ്ങയാണ്, ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ വേറെ പുളിയൊന്നും ഇടുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു 3 മീഡിയം സൈസിലുള്ള അയിലയാണ്, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് അത് എല്ലാം കൂടി ആ ചാറിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി മീനും മാങ്ങയെല്ലാം വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളകാണ്, അതൊന്ന് കീറിയെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചാൽ മതി. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് അല്പം പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ രീതിയിൽ തന്നെ ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഞാൻ അല്പം ഉള്ളി കൂടി ഒന്ന് താളിച്ചിടുന്നുണ്ട്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയാണ്, അതിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി വഴന്നു വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പതിയെ വേണം ഇളക്കാൻ, മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതിയെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്